റെക്കോർഡിംഗ് ഓൺ ആയിരുന്നു, അതിന്റെ ഇടക്കാരോ ഓഫ് ആക്കിയതാണ്. വീണ്ടും ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മള് പറഞ്ഞോണ്ടിരുന്ന ഒബ്ജക്റ്റീവ്സ് ആണ്. എന്താണ് എയിംസ്, സ്കൂളിങ്ങിന്റെ എയിംസ് വ്യക്താക്കുക, അതുപോലെ തന്നെ ഫോംസ്, എഡ്യൂക്കേഷന്റെ ഫോംസിനെ ഡിസ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ആർട്സിന്റെ ഒക്കെ വാല്യൂ എക്സ്പ്ലെയിൻ ചെയ്യുക, പിന്നെ ഒരു ഇൻഫോർമേഷന്റെ സ്കിൽസിന്റെ ഒക്കെ ഒരു ഓർഡർ അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ട്രിപ്സിന്റെയും ലേണിംഗ് ബൈ ഡൂയിങ്ങിന്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് ഡിസ്ക്രൈബ് ചെയ്യാം. ഇത് ഇത്രയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റില് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം സ്കൂൾ ആൻഡ് ലൈഫ് ഓഫ് ചിൽഡ്രൻ. അതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം റൂസൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റ് എന്താ ഈ ഒരു സ്കൂളിങ്സിന്റെ കുറച്ച് എയിംസിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ. ബട്ട് അതിനു മുന്നേ നമുക്ക് സ്കൂളിംഗ് എന്താന്ന് നോക്കാം. അപ്പം സ്കൂളിംഗ്, ദ കൺസെപ്റ്റ് ഓഫ് സ്കൂളിംഗ് refers to the institutionalized nurturance of children's ability through education. അതായത് എഡ്യൂക്കേഷനിലൂടെ കുട്ടികളുടെ എന്താണ് കുട്ടികളുടെ ഒരു ഇൻബിൽഡ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക. അവർക്ക് ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളും, അത് പ്രോപ്പർ ഗൈഡൻസും കെയറും അറ്റൻഷൻസ് ഒക്കെ കൊടുത്തിട്ട് അവരുടെ കാര്യങ്ങൾ നർച്ചർ ചെയ്തെടുക്കാനാണ് ഈ സ്കൂളിംഗുമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്കൂളിംഗ് ഈസ് ഓൾ അബൌട്ട് ദ ഡെവലപ്മെന്റ് ഓഫ് എബിലിറ്റീസ് ബൈ എക്സ്പ്ലിസിറ്റ് ഇൻസ്ട്രക്ഷൻ. അതായത് ഒരു ഗൈഡൻസും നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് അവരുടെ എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇപ്പൊ ഈ ഒരു മിഡിൽ ചൈൽഡ്ഹുഡിലാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങും പ്രാക്ടീസും ഒക്കെ കൊടുത്തിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു എബിലിറ്റീസിന് രണ്ട് ടൈപ്പായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് പ്രൈമറി എബിലിറ്റീസും സെക്കൻഡറി എബിലിറ്റീസും. അതിൽ ഈ പ്രൈമറി എബിലിറ്റീസിൽ വരുന്നതാണ് എന്താണ് ഈ ഒരു നമ്മുടെ ഈ മദർ ടങ്, അതുപോലെ സെൻസ് പെർസെപ്ഷൻ ഒക്കെ. അതൊക്കെ എന്താണ് ഓൾറെഡി നമ്മൾ ഇൻബോൺ ആയിട്ട് നമ്മൾ വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മുടെ സൊസൈറ്റി, നമ്മുടെ സിറ്റുവേഷനിലൂടെ നമ്മൾ പഠിച്ചു വരുന്നതാണ് എന്ത് പ്രൈമറി എബിലിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് സെക്കൻഡറി എബിലിറ്റീസ്. ഈ സെക്കൻഡറി എബിലിറ്റീസ് വരുന്നതാണ് നമ്മുടെ റൈറ്റിംഗ്, റീഡിങ്, പ്ലേയിങ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ. അത് നമ്മൾ എന്താണ് പഠിച്ചു വരുന്നതാണ്. നമ്മൾ വളരുമ്പം നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ് ഈ ഒരു സെക്കൻഡറി എബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ സ്കൂളിങ്ങിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് തന്നെ എന്താണ് ഈ ഒരു സെക്കൻഡറി എബിലിറ്റീസ് മാക്സിമൈസ് ചെയ്യുക. കുറെ ഫോർമൽ ആയിട്ടുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു സെക്കൻഡറി എബിലിറ്റീസിന് മാക്സിമൈസ് ചെയ്യാന്ന് പറയുന്നതാണ് എന്ത് ഈ ഒരു സ്കൂളിങ്ങിന്റെ എയിം. അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി നമ്മൾ പ്രീവിയസ് യൂണിറ്റ്സിലൊക്കെ പഠിച്ചു എന്താണ് KG സെക്ഷനിലൊക്കെ നമ്മൾ കിൻഡർ ഗാർഡനിലൊക്കെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ റൈറ്റിംഗ്, റീഡിങ്, റൈംസിനെ കുറിച്ചൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചല്ലേ. ചെറിയ ചെറിയ രീതിയിലുള്ള റൈംസ് പഠിക്കാനും, പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ഒരു ABCD പഠിക്കുക, ചെറിയ 3 വേർഡ്സ് 3 ലെറ്റേഴ്സ് ഒക്കെ കൂട്ടി വായിക്കാനൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പറയുന്നത് ഒരു 5 to 6 ഏജ് തൊട്ടിട്ട് ഒരു 12 to 13 ഏജ് വരെ നമ്മൾ എന്തൊക്കെയാണ് സ്കൂളിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമിലൊക്കെ നമ്മൾ പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നത്. പിന്നെ നമ്മള് ഒബ്ജക്റ്റീവ്സ് നോക്കണം. സോ സ്കൂളിംഗ് ആൻഡ് ലൈഫ് ഓഫ് ചിൽഡ്രൻ. അപ്പം ബെർട്രാൻഡ് റൂസൽ എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് ഫിലോസഫർ 1926 കുറച്ച് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ എയിംസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഈസ് കൾട്ടിവേഷൻ ഓഫ് ഇന്റലിജൻസ്. അപ്പൊ ഇന്റലിജൻസിന്റെ കൾട്ടിവേഷൻ, അതായത് ഇന്റലിജൻസിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതാണ് എന്ത് സ്കൂളിങ്ങിന്റെ മേജർ പർപ്പസ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് ടു ഡിസ്കവർ സ്പെഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ഇൻ ചിൽഡ്രൻസ്. അതായത് കുട്ടികളുടെ സ്പെഷ്യൽ ആപ്റ്റിറ്റ്യൂഡ്, അതായത് അവരുടെ ടാലൻസും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുക. എന്നിട്ട് അവർക്ക് ഫ്യൂച്ചർ ആയിട്ടുള്ള ഇയേഴ്സിൽ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കൊണ്ടുപോകാൻ പറ്റും. അതിനാണ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതാണ് സെക്കൻഡ് എന്ന് പറയുന്നത്, സെക്കൻഡ് എയിം. ആൻഡ് തേർഡ് എയിമില് 2 പ്രിൻസിപ്പിൾസിനാണ് കുറിച്ചാണ് പറയുന്നത്. അത് എന്തൊക്കെ കരിക്കുലം ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 പ്രിൻസിപ്പിള് എന്താണ്. ഫസ്റ്റ് വൺ ഈസ് എന്താണ് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടത്, അതായത് വാട്ട്
ചിൽഡ്രൻ ought to know. കുട്ടികൾ എന്താണ് പഠിച്ചിരിക്കേണ്ടത്, അതാണ് ഫസ്റ്റ് വൺ. ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് ഓർഡർ ഇൻ വിച്ച് ദ സബ്ജക്ട് ആർ ടു ബി തോട്ട്. അതായത് എങ്ങനെയാണ് ഓരോ സബ്ജക്ട് പഠിക്കേണ്ടത്. അതായത് ഈസി സബ്ജക്ട് ഫസ്റ്റ് പഠിക്കുക, പിന്നെ ടഫറിലേക്ക് പോവുക, അങ്ങനെയാണ് പോകേണ്ടത്. ലൈക്ക് ഇപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ KG സെക്ഷനിലൊന്നും നമ്മൾ വലിയ വലിയ ടോപ്പിക്സ് ഒന്നും പഠിക്കില്ല, ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ പഠിക്കുള്ളൂ. അങ്ങനെ സിംപിളർ ആയിട്ട് ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകാം, അതാണ് തേർഡ്. പിന്നെ ഫോർത്ത് പറയുന്നത് സിവിയർ ആയിട്ടുള്ള മെന്റൽ എഫേർട്സ് ഒന്നും ഒരു ഏജ് 7 വയസ്സിന് മുന്നേ ഒരു സിവിയർ ആയിട്ടുള്ള മെന്റൽ എഫേർട്സ് വരുന്ന ഒരു ആക്ടിവിറ്റീസും അവർക്ക് കൊടുക്കരുത്. ഇത് ഇത്രയാണ് ഈ ഒരു റുസേലിന്റെ ഒരു എയിംസ് ഓഫ് എഡ്യൂക്കേഷനിൽ വരുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് കൾട്ടിവേഷൻ ഓഫ് ഇന്റലിജൻസ്, പിന്നെ ഡിസ്കവർ സ്പെഷ്യൽ ആപ്റ്റിറ്റ്യൂഡ്സ്, പിന്നെ 2 പ്രിൻസിപ്പൽസ് ആണ്. എന്താണ് കുട്ടികൾക്ക് പഠിക്കേണ്ടതെന്നും പിന്നെ ഓർഡർ, പഠിപ്പിക്കേണ്ട ഓർഡർ, പിന്നെ തേർഡ് വൺ ഈസ് മെന്റൽ എഫേർട്സ് ഒന്നും കൊടുക്കരുത് ബിഫോർ ഏജ് 7. ഇത് ഇത്രയാണ് എയിംസിൽ പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇതിൽ വരുന്നതാണ് സ്കൂളിംഗ് ഓഫ് ചിൽഡ്രൻ ലൈവിൽ വരുന്നതാണ്. ജോൺ ഡൂയി എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ ഫിലോസഫറും സൈക്കോളജിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഒരാള് ചിൽഡ്രൻസിന്റെ ലൈഫില് നീഡ് ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ച് ഇന്റൻസീവ്ലി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡ്യൂയി ഒരുപാട് ഇൻസ്റ്റിങ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇൻസ്റ്റിങ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളില് കുറച്ച് ടാലൻസ് ഇങ്ങനെ ചിലപ്പോൾ ഹിഡൻ ആയി കിടക്കുന്നുണ്ടാവും. പക്ഷെ അത് അവർക്ക് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷനോ സറൗണ്ടിങ്സോ കാര്യങ്ങളോ അവർക്ക് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് അവർക്ക് ആ ഒരു കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും കണ്ടീഷൻസും ഒക്കെ കൊടുത്ത് അതിനെ ഷേപ്പ് ചെയ്തെടുക്കുക. അതിന് കുറെ ഇൻസ്റ്റിങ്സും കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഡൂയി പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഈസ് സോഷ്യൽ ഇൻസ്റ്റിങ്ഷൻ. ഈ സോഷ്യൽ ഇൻസ്റ്റിങ് എന്താണ്? കോൺവെർസേഷനിലും പേഴ്സണൽ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലാണ് ഈ ഒരു സോഷ്യൽ ഇൻസ്റ്റിങ് കാണിക്കുന്നത്. അപ്പൊ എന്താ, നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, നല്ല കോൺവെർസേഷൻ ഉണ്ടാവും, പക്ഷെ അവർക്ക് എന്തായിരിക്കും അതൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം സെക്കൻഡ് വൺ ഈസ് ലാംഗ്വേജ് ഇൻസ്റ്റിങ്. അപ്പൊ ഈ ലാംഗ്വേജ് ഇൻസ്റ്റിങ് ആണെന്ത്? സോഷ്യൽ എക്സ്പ്രഷനുള്ള ഒരു സിംപ്ലസ്റ്റ് ഫോം ആയിട്ട് പറയാം. അപ്പം ഒരാളോട് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ എന്താണ്? നമ്മൾ ലാംഗ്വേജ് അല്ല. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സോഷ്യൽ എക്സ്പ്രഷൻ ആണ് എന്ത്? ലാംഗ്വേജ്. ഈ ഒരു ലാംഗ്വേജ് ഇൻസ്റ്റിങ് ആണ് നെക്സ്റ്റ്. അതായത് മൾട്ടി ലാംഗ്വേജ് ഒക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നെക്സ്റ്റ് വൺ ഈസ് കൺസ്ട്രക്റ്റീവ് ഇൻസ്റ്റിങ്. ഇപ്പം കൺസ്ട്രക്റ്റീവ് ഇൻസ്റ്റിങ് ഇപ്പം പറയാണ്, ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പൊ ഞാന് ലൈക്ക് എനിക്ക് നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അപ്പം ആ ഒരു ക്വാളിറ്റി എനിക്ക് പുറത്തെടുക്കാൻ പറ്റുന്നില്ല ഫോർ സം റീസൺസ്. അതായത് മേ ബി എനിക്ക് ഫ്യൂച്ചറിൽ പാസ്റ്റിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന എന്തെങ്കിലും ഇഷ്യോ കാര്യങ്ങളോ വെച്ചിട്ട് എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യുക? ബിൽഡ് ചെയ്തെടുക്കുക. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാല് പിന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്യും? നമ്മള് അത് നല്ലോണം കൊണ്ടുപോകുക. അതുപോലെ തന്നെ അതിനെ നമ്മള് ആ ഒരു കാര്യങ്ങളൊക്കെ ഷേപ്പ് ചെയ്തിട്ട് അതിനെന്താ ഒരു ടാൻജിബിൾ ഫോമിലേക്ക് ആക്കിയെടുക്കുക. അതിനാണ് ഈ ഒരു കൺസ്ട്രക്റ്റീവ്, അതായത് ബിൽഡ് ചെയ്തെടുക്കുക. ഓക്കെ, കൺസ്ട്രക്റ്റീവ് ഇൻസ്റ്റിങ്. നെക്സ്റ്റ് പറയുന്നതാണ് ഇൻവെസ്റ്റിഗേഷൻ ഇൻസ്റ്റിങ്. അപ്പം ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇൻസ്റ്റിങ് എന്ന് പറഞ്ഞാല് ഇപ്പം എന്താണ് നമ്മുടെ ആ ഒരു ഇത് എന്നുള്ളത് ഒരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു ഇതുണ്ടാവില്ല. എന്ത് കാര്യത്തിനാണാവോ ആ ഒരു ഇൻസ്റ്റിങ് ഉള്ളത്, എന്താണ് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ടാലന്റ്, അത് നമുക്ക് ശരിക്കും അറിയാനുണ്ടാവില്ല. അപ്പൊ ഇത് നമ്മുടെ ഒരു കൺസ്ട്രക്റ്റീവ് ഇമ്പൾസിന്റെയും കോൺവെർസേഷണൽ ഇമ്പൾസിന്റെയും ഒരു കോമ്പിനേഷൻ കൊണ്ടുണ്ടാവുന്നതാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പം ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ഒരു സയൻസ് എക്സ്പെരിമെന്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഒരു കാർപ്പൻറ്റർ ഷോപ്പിലെ വർക്ക് ആണെങ്കിലും അതിൽ വല്ല മാറ്റമൊന്നും ഉണ്ടാവില്ല. കാരണം ചിലപ്പോ രണ്ട് ഹാർഡർ ആയിട്ട് തോന്നും, ചിലപ്പോ രണ്ട് ഈസിയർ ആയിട്ട് തോന്നും. ഇപ്പം ചില ആൾക്കാർക്ക് എന്താ സയൻസ് എക്സിബിഷനിൽ എക്സ്പെരിമെന്റ് ആയിരിക്കും സിമ്പിളർ ആയിട്ട് ഉണ്ടാകുക അല്ലെ. അപ്പൊ ചിലവർക്ക് എന്താകും കാർപ്പൻറ്റർ ഷോപ്പിലെ വർക്ക് ആയിരിക്കും ഈസിയർ ആയിട്ട് തോന്നുക. അപ്പം
ആ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നുമില്ല, രണ്ടും ഓക്കെ ആണ്, എന്താ വലിയ ഡിഫറൻസ് ഒന്നും തോന്നൂല. അതാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇൻസ്റ്റിക്റ്റിൽ വരിക. അതിന്റെ ഉള്ളില് എന്താണോ ഉള്ളത് എന്ന് അതിന് പോലും അറിയില്ല. അതാണ് ഇൻവെസ്റ്റിഗേഷൻ ഇൻസ്റ്റിങ്ക്റ്റിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എക്സ്പ്രസീവ് ഇൻസ്റ്റിങ് ഓർ ആർട്ട് ഇൻസ്റ്റിങ്. അപ്പം ഇത് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റിംഗിന്റെയും കൺസ്ട്രക്റ്റീവ് ഇൻസ്റ്റിങ്ക്റ്റും കൂടി ചേരുമ്പോഴാണ് ഈ ഒരു എക്സ്പ്രസീവ് ഇൻസ്റ്റിങ്ക്റ്റ് വരിക. അപ്പം ഇത് എന്താ, അവരുടെ ഒരു റിഫൈൻമെന്റും മാനിഫെസ്റ്റേഷൻ ഒക്കെ കൂടിയിട്ടാണ് ഈ ഒരു എക്സ്പ്രസീവ് ഇൻസ്റ്റിങ്ക്റ്റ് വരുന്നുണ്ടാവുക. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം അതിനുള്ള ഒരു സിറ്റുവേഷനോ അവർക്ക് കാര്യങ്ങളോ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ പിന്നെ ഈ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് എന്തുണ്ടാവില്ല, ഇതായിട്ടുണ്ടാവില്ല. അപ്പം അതിനുള്ള ഒരു സ്കൂളിംഗ് എന്ത് ചെയ്യണം, അതൊക്കെ കൂടെ ചെയ്തിട്ട് അവരുടെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഡെവലപ്മെന്റും ഡയറക്ഷൻസും ഒക്കെ കൊടുക്കുക. ഇതാണ് സ്കൂളിംഗ് കൊണ്ടുള്ള എയിം. അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടുപിടിക്കുന്ന വഴി അവരുടെ ലൈഫിനുള്ളൊരു എന്താ ഒരു പർപ്പസ്ഫുൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതാണ് ഈ ഒരു ഇൻസ്റ്റിങ്സിന്റെ കൂടെ ഡൂയി പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മള് ഏകദേശം ഒരു 13 to 14 ഏജ് ആകുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം എന്തുണ്ടാവും, ഒരു എയിം ഒക്കെ വന്നിട്ടുണ്ടാവും. ഏത് ഫീൽഡിലേക്ക് പോകണം, എങ്ങനെയൊക്കെ പോകണം എന്നൊക്കെ ഉള്ളൊരു ഒരു എയിം ഒക്കെ ഈ ഒരു ഇൻസ്റ്റിങ്സ് വഴിയൊക്കെ എന്താ ഡെവലപ്പ് പ്രോപ്പർ ആയിട്ടുള്ള അവർക്ക് ഒരു ഗൈഡൻസും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ടാവും. സോ നെക്സ്റ്റ് പറയുന്നതാണ് ബേസിക് സ്കൂൾ സ്കിൽസ്, അതായത് 3 Rs ആൻഡ് AC. ഇതാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പം 6 വയസ്സാകുമ്പോഴത്തേക്ക് എന്താ റീഡിങ്, റൈറ്റിംഗ്, പിന്നെ എന്താ ചെറിയ ചെറിയ രീതിയിലുള്ള സിംഗിങ്, അതായത് നമ്മൾ നഴ്സറിന്ന് റൈംസ് ഒക്കെ പഠിക്കുമല്ലോ. അപ്പം ചെറിയ ചെറിയ തരത്തിലുള്ള സിംഗിങ്ങും കാര്യങ്ങളൊക്കെ എന്താ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതൊന്നും എന്തായിരിക്കില്ല, ഫ്ലുവന്റോ പെർഫെക്റ്റോ ആയിരിക്കില്ല. അപ്പൊ ഇതിന് ഫർദർ മോർ ടീച്ചിങ്ങിന്റെ ആവശ്യമുണ്ട്. കൂടുതലായിട്ട് ടീച്ചിങ് അതിൽ ഇൻവോൾവ് ചെയ്യിക്കണം. അപ്പം ഫസ്റ്റ് തിങ് ഇസ് അതിൽ പറയുന്നതാണ് ഫസ്റ്റ് ബേസിക് സ്കൂൾ സ്കില്ലില് ഫസ്റ്റ് സ്കില്ലാണ് എന്ത്, ലേണിംഗ് ടു റീഡ്, അതായത് വായിക്കാൻ പഠിക്കുക. അപ്പൊ ഈ വായിക്കാൻ പഠിക്കുന്നതിൽ മോഡേൺ സ്കൂളിങ്ങില് ബേസിക് ഇന്റലക്ച്വൽ സ്കില്ലായിട്ട് തന്നെയാണ് എന്ത് വരുന്നത്, ഈ ഒരു റീഡിങ് വരുന്നത്. അപ്പം റീഡിങ് പ്രോഗ്രസീവ് സ്റ്റെപ്സ് വഴിയാണ് എന്താ പഠിക്കുക. അപ്പം ആ സ്റ്റെപ്സ് എന്തൊക്കെയാന്ന് വെച്ചാല് ഫസ്റ്റ് സ്റ്റെപ്പാണ് തിങ്സിന്റെ നെയിംസ് പഠിക്കുക. അതായത് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു 6 വയസ്സിന് മുന്നേ, അതൊരു 1ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാ സാധനത്തിന്റെയും പേര് അറിയായിരിക്കും. ഇപ്പൊ ഒരു ക്യാറ്റാണ്, ബുക്കാണ്, ഒക്കെ പഠിക്കാൻ ഒക്കെ അറിയാം. ഒരു സാധനത്തിന് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ ഫസ്റ്റ് റീഡിംഗിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത് തിങ്സിന്റെ നെയിംസ് പഠിക്കുക. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പാണ് എന്ത് വരുന്നത്, ആൽഫബറ്റ്സിന്റെയും ലെറ്റേഴ്സിന്റെയും സൗണ്ട് പഠിക്കുക. അതായത് ഇപ്പം നമ്മുടെ ആൽഫബറ്റ് എടുക്കുന്ന എന്റെ സൗണ്ട് എന്താണ് വരുന്നത്, അതായത് ആ ഒരു സൗണ്ട് പഠിക്കുക. അതുപോലെ തന്നെ ബിയില് ബ്, സിയില് ക്ക്, ആ ഒരു സാധനം പഠിക്കുക. ആ ഒരു ലെറ്ററിന്റെ സൗണ്ട്സ് പഠിക്കുക. അതാണ് നെക്സ്റ്റ് ഇതില് വരുന്നത്, സെക്കൻഡില് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് കോമൺ ലെറ്റർ ഗ്രൂപ്പ്സ്, അതായത് കോമൺ ആയിട്ട് വരുന്ന ലെറ്റർ ഗ്രൂപ്പ്സ്, അതായത് ആൻഡ്, ആന്, ഓഫ്, അങ്ങനത്തെ കുറെ ലെറ്റർ ഗ്രൂപ്പ്സ് ഉണ്ടാവില്ലേ, വാട്ട്, വേർ, ആ സാധനങ്ങളിലൊക്കെ ലെറ്റർ ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ പഠിക്കുക. അപ്പം ഇതിലാണ് തേർഡ് വരിക. നെക്സ്റ്റ് ഫോർത്ത് സ്റ്റെപ്പാണ് എന്ത്, സിമ്പിൾ ടെക്സ്റ്റ് റീഡിങ്, അതായത് സിമ്പിൾ ആയിട്ടുള്ള ടെക്സ്റ്റുകൾ വായിക്കുക. അപ്പൊ ലൈക്ക് എന്താ, ദിസ് ഇസ് എ കാറ്റ്, ദെർ വാസ് എ ഡോഗ്, അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ടെക്സ്റ്റുകൾ പഠിക്കുക. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത്. നെക്സ്റ്റ് 5th സ്റ്റെപ്പിൽ എന്തായിട്ടുണ്ടാവും, ഒരു 5th or 6th ഗ്രേഡ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഫ്ലുവന്റ് ആയിട്ടുള്ള ഒരു റീഡിങ് ഉണ്ടാവും. ഒരു അഡൾട്ടിനെ പോലെ ഒരു ഫ്ലുവന്റ് ആയിട്ടുള്ള റീഡിങ് ആയിട്ടുണ്ടാവും. ഇത്രയും സ്റ്റേജസ് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 5th 6th ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്തുണ്ടാവും, ഫ്ലുവന്റ് ആയിട്ടുള്ള റീഡ് ഉണ്ടാവും. പക്ഷെ ഇതിലെന്താവും എക്സെപ്ഷണൽ കേസസ് ഉണ്ടാവില്ലേ, ലൈക്ക് എന്തെങ്കിലും ലൈക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ഉണ്ടാവും. അപ്പം പിന്നെ
എന്താണ് ഡിഫറൻസ് ഇൻ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയുടെ ഡിഫറൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിലൊക്കെ മാറ്റം ഉണ്ടാവും. എല്ലാ കുട്ടികളും എന്തല്ല ഒരുപോലെ അല്ല. സോ അപ്പം ഇത് ഇത്രയാണ് സ്റ്റെപ്സിൽ വരുന്നത്. ഇനി ഗുഡ് റീഡേഴ്സിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പം ഒരു കുട്ടി ഒരു ഗുഡ് റീഡർ ആണെന്ന് നമ്മൾ എങ്ങനെയൊക്കെയാ പറയാ? ക്ലിയർ ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ ഉണ്ടെങ്കിൽ നല്ലൊരു റീഡർ ആണെന്ന് പറയാം. പിന്നെ അഡിക്വേറ്റ് ആയിട്ടുള്ള വോയിസ് മോഡുലേഷൻ, അതായത് ഓരോ പാരഗ്രാഫ് വായിക്കുമ്പോഴും അതിനാവശ്യമായിട്ടുള്ള ഒരു വോയിസ് മോഡുലേഷൻ കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് ഇമോഷണൽ ഓവർടോൺസ്, അതായത് ഒരു പാര വായിക്കുമ്പോൾ അതിന് എന്ത് ഇമോഷൻ ആണ് കൊടുക്കേണ്ടത് അത് കൊടുക്കുന്നുണ്ടോ നോക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു പാരഗ്രാഫ് വായിക്കണം, ഓ പോർ ക്യാറ്റ്, അതായത് ഓ പാവം പൂച്ച. അപ്പൊ ഞാനിത് ഇങ്ങനെ വായിക്കണം, ഓ പോർ ക്യാറ്റ്. അപ്പൊ അതിനെന്താണ് ഒരു ഇമോഷൻ ഇല്ല. അപ്പൊ ഒരു ഇമോഷൻ ആയിട്ടുള്ള ഒരു ഓവർടോൺ കൊടുത്തിട്ട് വായിക്കാം. പിന്നെ എന്താണ് ഒരു പോസും അതുപോലെ തന്നെ എവിടെയാണോ നിർത്തേണ്ടത് അവിടെ നിർത്തി വായിക്കുക. ഇപ്പൊ ഫുൾ സ്റ്റോപ്പ് കണ്ടാല് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് വായിക്കുക, അല്ലാണ്ട് ഒരു നോൺ സ്റ്റോപ്പ് പോണ പോലെ പോകാണ്ടിരിക്കുക. നെക്സ്റ്റ് വൺ ഈസ് എന്താണ് ലിസണർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് വരിക അല്ലെ. അപ്പൊ ഞാനിപ്പം വായിക്കുന്നെങ്കിൽ അതെന്താണ് കേൾക്കുന്നവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടെ നോക്കണം. അതായത് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക, വായിക്കുന്നതിലും ഒക്കെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് ഇത്രയാണ് ഒരു ഗുഡ് റീഡർ ആണെന്ന് പറയാം. ഒരാളിപ്പോ ഗുഡ് റീഡർ ആണെന്ന് പറയാനുള്ള പോയിന്റ്സ് ആണ് ഇതൊക്കെ. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ ഒരു വായിക്കാനുള്ള വെറുതെ ഇങ്ങനെ പോയി സ്കൂളിൽ പോയി ബുക്ക് നോക്കിയിരുന്നാല് ഈ ഒരു എന്താ വായിക്കാൻ പറ്റൂലല്ലോ. അപ്പം ചിലർക്ക് പറ്റും, പക്ഷെ എല്ലാവർക്കും പറ്റണമെന്നില്ല. ലൈക്ക് അപ്പം ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു റീഡിങ്ങിന്റെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെന്ത് ചെയ്യുക, കുറെ സ്റ്റോറീസും ഡ്രാമാസും ഒക്കെ വായിക്കുക. ഇങ്ങനെ സ്റ്റോറീസും ഡ്രാമാസും ചെറിയ ചെറിയ സ്റ്റോറി ബുക്സ് ഒക്കെ വായിക്കുമ്പോൾ നമ്മുടെ റീഡിങ് കപ്പാസിറ്റി ഉണ്ടാവും, കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പൊ പണ്ടുള്ളവർ ന്യൂസ് പേപ്പർ വായിക്കാൻ പറയും അല്ലെ. അപ്പൊ ഈ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ എന്താ നമുക്ക് കുറെ 2-3 ഇത് കൂടുതൽ കിട്ടും. അതായത് നമുക്കൊരു നോളജും കിട്ടും, അതുപോലെ നമ്മുടെ റീഡിങ് സ്കില്ലും കൂടുകയാണല്ലേ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ആദ്യം എന്താവും, കുറെ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. പക്ഷെ എന്താ ലേറ്റർ ആയിട്ട് വായിച്ച് റെഡി ആവും. ഇങ്ങനെ വായിച്ച് റെഡി ആവും. അപ്പം എപ്പോഴത്തേക്ക് വേണ്ടിയിട്ട് എന്താവും, പഠിക്കും. പിന്നെ ഓരോ ലേണേഴ്സും ഓരോ ടൈപ്പ് ആണ്, എല്ലാരും ഒരേപോലെ അല്ലല്ലോ. പിന്നെ കുറെ പുവർ റീഡിങ് മെത്തേഡ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുവർ റീഡിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ഈ ചില കുട്ടികൾ എന്താവും, റീഡിങ്ങിന് വേണ്ടി ഒട്ടും മോട്ടിവേറ്റഡ് അല്ലായിരിക്കും. അവർക്ക് ഇതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അവർ ഭയങ്കര ബോറിംഗ് ആയിട്ട് ഫൈൻഡ് ചെയ്യും ഈ ഒരു റീഡിംഗ് എന്നുള്ള ഒരു ആക്ടിവിറ്റി. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, അവരുടെ പാരന്റ്സോ അല്ലെങ്കിൽ അവരുടെ ടീച്ചേഴ്സോ സിബ്ലിങ്സോ സിബ്ലിങ്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു കൊടുക്കുക. അവർക്ക് ഇൻട്രസ്റ്റിംഗ് എന്താണോ അത്. ചില കുട്ടികൾക്ക് ഫിക്ഷണൽ ബുക്സ് ഒക്കെ വായിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു കുട്ടികൾക്ക് ഫിക്ഷണൽ ആയിട്ടുള്ള ബുക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുക, എന്നിട്ട് അത് അടുത്തിരുന്ന് വായിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം അവർ പിന്നെ അതില് ശ്രദ്ധ ചെയ്ത് പിന്നെ അവരെന്ത് ചെയ്തോളും, ചെറിയ സ്കൂൾ വർക്ക്സിലേക്കൊക്കെ മാറിക്കോളും. ഇത് ഇത്രയാണ് ലേണിംഗ് ടു റീഡിൽ വരുന്നത്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ലേണിംഗ് ടു റൈറ്റ് നോക്കാം. സ്പീഡ് കൂടുതലാണോ കുറയ്ക്കണോ? അപ്പൊ നെക്സ്റ്റ് പറയുന്നത് ലേണിംഗ് ടു റീഡ് ആണ്, റൈറ്റ് ആണ് കേട്ടോ. അപ്പൊ ലേൺ ടു റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാൻ പഠിക്കുക. അപ്പൊ റീഡിങ് പോലെ തന്നെ ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് പ്ലാനിങ്ങിലൂടെ തന്നെ എന്തും ചെയ്യണം, റൈറ്റിംഗ് സ്കില്ലും ഡെവലപ്പ് ചെയ്യണം. അപ്പം ലാംഗ്വേജ് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് റിഫൈൻ ചെയ്തിട്ടാണ് എന്തുള്ളത്, ഈ ഒരു റൈറ്റിംഗ് സ്കില്ലിന് ഉള്ളത്. അതായത് ഈ റൈറ്റിംഗ് സ്കില്ലിന് എന്താ ലാംഗ്വേജ് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് തന്നെ ഉണ്ട്. അപ്പം എല്ലാ കുട്ടികൾക്കും എന്തുണ്ട്,
ഒരു കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അവരുടെ മൈൻഡിൽ കുറെ കാര്യങ്ങൾ അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുണ്ടാവും. അപ്പൊ ഇതിനൊക്കെ എന്താണ് ഒരു പ്ലാറ്റ്ഫോമോ ഒരു കാര്യങ്ങളോ അവർക്ക് വേണ്ടി വരും. അപ്പൊ പിന്നെ ഈ റുസൈൽ പറയുന്നത് എന്താണ് ഈ ഒരു എക്സ്പ്രസ് ചെയ്യേണ്ട ഈ ഒരു തോട്ട്സ് എക്സ്പ്രസ് ചെയ്യുന്നത് ഈ ഒരു കുട്ടികൾക്ക് ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്പീക്കിങ്ങും ഈ ഒരു റൈറ്റിംഗും ഒക്കെ വിത്തൗട്ട് എഫേർട്ടും കാര്യങ്ങളൊക്കെ ആയി വരികയാണ്. കാരണം എന്താന്ന് വെച്ചാല് ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു എസ്തെറ്റിക് ഇമ്പൾസ് അവർക്ക് ലോസ്റ്റ് ആയിരിക്കുകയാണ്. അതായത് നമ്മുടെ പണ്ടോട്ടേ ഫോളോ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലേ, അത് ലൈക്ക് ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ കുറെ ന്യൂസ് പേപ്പേഴ്സ് വായിക്കും. ഇപ്പൊ ന്യൂസ് പേപ്പേഴ്സിന്റെ ആവശ്യമില്ല, ന്യൂസിലുണ്ടാവും അല്ലെ. പിന്നെ നോവൽസ് ഒക്കെ പണ്ട് കുറെ വായിക്കും. പക്ഷെ ഇപ്പൊ എന്താണ്, റീഡേഴ്സ് അല്ലാണ്ട് ഇങ്ങനെ വായിച്ച് നടത്തുന്നവരല്ലാണ്ട് കോമൺ ആയിട്ടുള്ളൊക്കെ കഥ കേൾക്കണം എന്നാണ് അവർക്ക് മൂവീസ് പ്രിഫർ ചെയ്യാം. അതുപോലെ തന്നെ ഇതൊക്കെ ഇങ്ങനെ സ്റ്റോറി ടെല്ലേഴ്സ് പറയുന്നതുണ്ട്, അങ്ങനെ കേട്ടിട്ടാക്കാം. അപ്പൊ റീഡിങ് ഭയങ്കര കുറവാണ്. അപ്പൊ ഈ റീഡിങ്ങിന് ഇങ്ങനെ കുറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എന്താവും, റൈറ്റിങ്ങിന്റെ ഒരു സ്കില്ലും അവിടെ കുറഞ്ഞു വരികയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഹാബിറ്റ് ഓഫ് തോട്ട് പ്രൊഡ്യൂസ് ചെയ്യൽ എന്താണ്, നിർബന്ധമാണ്. ഒരു റൈറ്റിംഗ് സ്കില്ല് അവിടെ പ്രൊഡ്യൂസ് ചെയ്യൽ നിർബന്ധമാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു ഗുഡ് നോളജ്, ലിറ്ററേച്ചറിന്റെ വലിയ ഒരു ഗുഡ് നോളജിന് വേണ്ടിയിട്ട് ഒരു റൈറ്റിംഗ് സ്കില്ല് കൊണ്ടുവരൽ എന്നാണ് നിർബന്ധമാണ്. ഇപ്പൊ റൈറ്റിംഗ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സം വേസ് ഉണ്ട്, കുറച്ച് വേസ് ഉണ്ട്. അത് എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ അതിൽ ഫസ്റ്റ് ആണ് റൈറ്റിംഗ് എക്സസൈസ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ ആക്ടിവിറ്റീസ് ഓഫ് ചിൽഡ്രൻ, ഏത് പേഴ്സണൽ ഓഫ് ക്ലാസ് റൂം ആക്ടിവിറ്റീസ്. അതായത് ക്ലാസ് റൂം ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങളോ വെച്ചിട്ടായിരിക്കണം അവർക്ക് എന്താണ് ഒരു റൈറ്റ് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി കൊടുക്കേണ്ടത്. പിന്നെ എന്താണ് നെക്സ്റ്റ് വരുന്നതാണ്, കുട്ടിക്ക് അതിന്റെ പേർപ്പസ് അറിയണം. എന്തിനാണ് അവർ എഴുതുന്നതെന്ന് അറിയണം. വെറുതെ ഒരു സാധനം ഓക്കെ റൈറ്റ് അബൌട്ട് യുവർ ഹാബിറ്റ്സ് എഴുതാണ് കൊടുക്കാണ്. അപ്പൊ അവർക്ക് അറിയണം അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഹാബിറ്റിനെ കുറിച്ച് എഴുതുന്നത്. അപ്പം അതിൻ്റെ ഉള്ള ഒരു പേർപ്പസ് എന്ത് ചെയ്യണം, അവര് അറിയണം. നെക്സ്റ്റ് അവരോട് പറയാം, തേർഡ് പറയാണ്, ഈ ഒരു പർപ്പസിലൂടെ തന്നെ നമുക്ക് എന്ത് വെച്ചാൽ അവരുടെ ഒരു ഇമാജിനേഷനും അതുപോലെ തന്നെ അവരുടെ ഇൻഫർമേഷൻ ഒക്കെ കളക്ട് ചെയ്യാനുള്ള ഒരു ഇതാണ് സെക്കൻഡ് കാര്യം പറയണത്. നെക്സ്റ്റ് തേർഡ് വൺ ഈസ് നമ്മൾ പറഞ്ഞല്ലേ എന്താണ് പർപ്പസ് ഓഫ് വർക്ക് എന്താന്ന് കൊടുക്കുക. അതുപോലെ തന്നെ അതിന് ഇലാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പോയിന്റ്സും കൂടെ പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് വൺ ഈസ് once the child begins writing should not interpret. അതായത് എഴുതി തുടങ്ങിയ പിന്നെ അവരെന്ത് ചെയ്യരുത്, അവരെ ഇടയിൽ കയറി ഇന്റർപ്രറ്റ് ചെയ്യാൻ പാടില്ല. അവര് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോകണം. നെക്സ്റ്റ് വൺ ഈസ് ഒരു കുട്ടികളെ എഴുതി കഴിഞ്ഞാല് അവർക്കൊരു റിവിഷന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം കൊടുക്കുക. എന്തിനാ, അവർക്കത് റീഓർഗനൈസ് റീഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ, എന്തെങ്കിലും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു എന്ത് കൊടുക്കുക, ഒരു ടൈം കൊടുക്കണം. പിന്നെ ഈ ടോപ്പേഴ്സിന്റെ പേപ്പേഴ്സ് മാത്രം പബ്ലിഷ് ചെയ്യാണ്ട് എന്ത് ചെയ്യണം, എല്ലാ ആൾക്കാരുടെയും എല്ലാ സ്റ്റുഡൻസിന്റെയും പറ്റുമെങ്കിൽ പബ്ലിഷ് ചെയ്യാം. എല്ലാ കുട്ടികളുടെ പേപ്പേഴ്സും പബ്ലിഷ് ചെയ്യാം. ഇപ്പൊ ഇങ്ങനെ ഉണ്ടാവും ചില ഇപ്പം ആൻസർ പേപ്പർ എക്സാം പേപ്പർ ഇത് ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ നല്ലോണം എഴുതിയ ടോപ്പറിന്റെ മാത്രം കാണിക്കും. അതേപോലെ നല്ലോണം എഴുതിയത് ഇപ്പം 1 or 2 ക്വസ്റ്റ്യൻസ് നല്ലോണം എഴുതിയ കുട്ടികളുടെ അത് കാണിക്കൂല. ജസ്റ്റ് അവർക്ക് മാർക്ക് കുറവാണ് അത് കാണിക്കാണ്ട് വിടും. അങ്ങനെ ചെയ്യരുത്. എന്ത് ചെയ്യാ, എല്ലാവരുടെയും നല്ല ആൻസേഴ്സ് ആണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ചെയ്യാം. നെക്സ്റ്റ് ആണ് പ്ലാൻ റീഡിംഗ് ആൻഡ് ഓറൽ എക്സസൈസ് അറൌണ്ട് റൈറ്റിംഗ് ആക്ടിവിറ്റി. അതായത് റൈറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു റീഡിങ്ങും ഓറൽ ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ കൊടുക്കുക. ഇത് ഇത്രയാണ് ലേണിംഗ് ടു റൈറ്റിൽ വരുന്നത്. ഓക്കെ ആണോ? So next one is developing math skill. അപ്പൊ ഈ ഡെവലപ്പിംഗ് മാത് സ്കില്ലില് ഒരു റുസൈൽ പറഞ്ഞൊരു വേർഡ്സ് ഉണ്ട്. അതായത് arithmetic is a bugbear of childhood. I remember weeping bitterly because
ഐ കുഡ് നോട്ട് ലേൺ ദ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. അതായത് ഈ റുസൈലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അരിത്മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫിയർ, ഒരു ഇറിറ്റേഷൻ ഒക്കെയാണ്, ഒരു ബഗ് ഫിയർ ആണ്. കാരണം എന്താ, അദ്ദേഹത്തിന് ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാൻ പറ്റാണ്ട് കരഞ്ഞതൊക്കെ ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന്റെ മാത്രമല്ല കുറെ പേർക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ, ഈ ഒരു മാത്തമെറ്റിക്സിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്നും പഠിക്കാൻ പറ്റാണ്ട്. ഒരു 5 or 6 വരെയൊക്കെ സിമ്പിൾ ആയി പഠിച്ചോ, 7 8 ഒക്കെ ആവുമ്പോൾ എല്ലാവരും കുടുങ്ങിപ്പോലെ. പിന്നെ 9th ടേബിൾ ഒക്കെ നമ്മൾ ഓരോ വെച്ച് പഠിക്കും. അങ്ങനെ എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് കുറെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം വേറൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്താണ്, കെയർഫുൾ ആയിട്ടും ഗ്രാജുവൽ ആയിട്ടും കുറെ ട്രിക്സ് ഒക്കെ ഉപയോഗിച്ച് മാത്തമെറ്റിക്സ് പഠിക്കുകയാണെങ്കിൽ ഈ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവില്ല. അപ്പം പിന്നെ ഈ റുസേലിന്റെ ഒരു ഇതില് ഈ അരിത്മെറ്റിക്സ് എന്ന് പറഞ്ഞാല് വ്യൂസില് അരിത്മെറ്റിക്സിന് ഒരു ആക്യുറസി ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അതായത് ഇപ്പൊ ഒരു പ്രോബ്ലം ആണെങ്കിൽ അതിനൊരു യെസ് ഓർ നോ അത്രേ ഉള്ളൂ, അല്ലാണ്ട് അതിനൊരു സജഷനോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം അവസാനം എന്താണ്, ആ ഒരു പ്രോബ്ലം തീരുമ്പോൾ അതിനൊരു എൻഡിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ നമ്മൾ ഇങ്ങനെ സജസ്റ്റ് ചെയ്യാം അങ്ങനെയൊന്നുമില്ല. അതിനെന്താണ്, ഒരു റൈറ്റ് ഓർ റോങ് ആയിട്ടുള്ള ഒരു ആൻസർ ഉണ്ടാവും. അപ്പൊ ഈ ഒരു ആസ്പെക്ട് തന്നെ എന്താണ്, അരിത്മെറ്റിക്സിന് ഈ ഒരു ഏർലി എഡ്യൂക്കേഷനിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആയി കൂട്ടുന്നത്. പക്ഷെ അതിന്റെ ഒരു ഡിഫിക്കൽട്ടി എന്ത് ചെയ്യാം, നമുക്കൊരു കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്താല് നമുക്ക് ഇതിന്റെ ഡിഫിക്കൽട്ടി കുറെയൊക്കെ കുറക്കാം. അതുപോലെ തന്നെ മാത്തമെറ്റിക്സിൽ കുറെ ടൈമില് ഒരു സ്ട്രെസ് എന്ത് ചെയ്യരുത്, ഈ ഒരു കുട്ടികൾക്ക് കൊടുക്കരുത്. അതിനുവേണ്ടി അത് മാത്സ് പഠിക്കുന്ന ഒരു സ്ട്രെസ് കൊടുക്കുക. അവർക്ക് എന്ത് ചെയ്താൽ ഇഷ്ടപ്പെട്ട് പഠിക്കാനുള്ള ഒരു ചാൻസ് ഈ ഒരു മാത്തമെറ്റിക്സിന് വേണ്ടി കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു അൽജീബ്രയും ജോമെട്രിയും ഒക്കെ അല്ലേ, അതൊന്നും മിഡിൽ ചൈൽഡ്ഹുഡിന് കഴിഞ്ഞിട്ട് തുടങ്ങാൻ പാടുള്ളൂ. സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കൂളിലൊക്കെ ഇതൊക്കെ തുടങ്ങുക ഒരു 8th 9th ഗ്രേഡിലൊക്കെ ആയിരിക്കും തുടങ്ങുക, അതായത് ഒരു 13 14 ഇയേഴ്സ് കഴിഞ്ഞാൽ. കാരണം അതിന് മുന്നേ എന്തൊരു ഭയങ്കര ഒരു ടെക്സ്റ്റ്, ഒരു മെന്റൽ പ്രഷർ പോലെ ആയിരിക്കും ഈ ഒരു ജോമെട്രിയും ആൽജീബ്രയും ഒക്കെ വരുമ്പോൾ ഉണ്ടാവുക. അപ്പം അത് പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഈ ഒരു ന്യൂമറിക്കല് സക്സസ് ആയിട്ടുള്ള ആൾക്കാര് ബാക്കിയുള്ള സബ്ജക്ട്സിലും ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെന്റ് കാണിക്കും. ഇപ്പൊ മാത്തമെറ്റിക്സ് നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് എന്താ ബാക്കി സബ്ജക്ട്സും പഠിക്കാൻ പറ്റുന്നതാണ് ഇവര് പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം അങ്ങനെ എല്ലാത്തിനും കുറെ പേരുണ്ടാവില്ലേ, മാത്തമെറ്റിക്സിൽ മാത്രം നല്ല മാർക്ക് ഉണ്ടാവും, ബട്ട് ബാക്കിയുള്ള സബ്ജക്ട് അത്ര നല്ലോണം പഠിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം പൊതുവെ ഞാൻ മാത്സിൽ വീക്ക് ആയതുകൊണ്ട് പിന്നെ ഒന്നും പറയാനില്ല. സോ ഫസ്റ്റ് ടു 5th ഗ്രേഡ് വരെയുള്ള ചിൽഡ്രൻസില് ഇപ്പം അബാക്കസ് പോലത്തുള്ള കമ്പ്യൂട്ടേഷൻ സ്കിൽസ് പഠിപ്പിച്ചാല് ലൈക്ക് അവരിപ്പം അബാക്കസ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ അവർക്ക് അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ എന്തായിരിക്കും കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുണ്ടാവും. അധികം അവരിൽ ഭയങ്കര ചേഞ്ചസ് ആയിട്ടും ഒരു ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെന്റും കാണുന്നുണ്ടോന്ന് എന്താണ് സ്റ്റഡീസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വെറുതെ ഒരു പെൻസിലും പേപ്പറൊക്കെ വെച്ച് പഠിപ്പിക്കാണ്ട് എന്താണ് അല്ലാണ്ട് മാത്തമെറ്റിക്സ് പഠിക്കാൻ കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആയിട്ട് പഠിപ്പിക്കാൻ നോക്കുക. ഇപ്പം ചെറിയ ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് പറ്റില്ല. ഇപ്പൊ 10 ചോക്ലേറ്റ്സ് കൊണ്ടുവന്നിട്ട് അതിൽ 7 ഒരാൾ തിന്നു, ബാക്കി എത്ര ഉണ്ട്, അപ്പൊ സിമ്പിൾ ആയിട്ട് അവർക്ക് പറയാൻ പറ്റും എന്താണ് 3. അങ്ങനെയുള്ള ചെറിയ ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് അവർക്ക് അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ പഠിപ്പിക്കാൻ പറ്റും. അപ്പം അത് എത്രയേ ഉള്ളൂ ആണ് മാത്തമെറ്റിക്സ്. ഓക്കെ, സോ നെക്സ്റ്റ് സ്കില്ല് വരുന്നതാണ് കമ്പ്യൂട്ടർ സ്കിൽ. അപ്പൊ നമ്മൾ ഓൾറെഡി 6 പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെ? ലേൺ ടു റീഡ്, ലേൺ ടു റൈറ്റ് ആൻഡ് മാത്തമെറ്റിക്സ് പഠിച്ചു. നെക്സ്റ്റ് നമ്മള് എന്താണ് കമ്പ്യൂട്ടർ സ്കിൽസിനെ കുറിച്ചാണ് നോക്കുന്നത്. Computer literacy has been added in school as a basic skill together with reading, writing and arithmetic. അതായത് ഈ ഒരു കമ്പ്യൂട്ടർ സ്കിൽ എന്ന് പറഞ്ഞാല് ഒരു റീഡിങ്ങും റൈറ്റിങ്ങും മാത്തമെറ്റിക്സും പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോഴത്തെ സ്കൂൾസിലൊക്കെ കമ്പ്യൂട്ടറും അല്ലെ.
അപ്പം ഓൾമോസ്റ്റ് ഒരു 4th to 5th ഗ്രേഡ് ആകുമ്പോഴത്തേക്ക് തന്നെ കമ്പ്യൂട്ടറിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. ഇപ്പോൾ വേർഡ്, അതുപോലെ തന്നെ പവർ പോയിന്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ഒരു ചിത്രം വരയ്ക്കുക, മരം വരയ്ക്കുക, അതൊക്കെ കോമൺ ആയിട്ട് എന്താണ് ഈ ചെറിയ ചെറിയ ക്ലാസ്സസിൽ തന്നെ 3rd 4th തന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലാണ്ട് കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ഒരു ബേസിക് നോളജ് തന്നെ 2nd 3rd 4th ആയിട്ട് എന്താ പഠിപ്പിക്കാൻ തുടങ്ങുന്നുണ്ട് ഈ ഒരു ഇതില്, ഇപ്പത്തെ ഒരു സ്കൂൾസില്. ഈ മെയിൻ ആയിട്ട് കമ്പ്യൂട്ടർ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് 2 ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് കമ്പ്യൂട്ടർ ആസ് എ മെഷീൻ ടു ബി അണ്ടർസ്റ്റാൻഡ് ആൻഡ് മാസ്റ്റർ. അതായത് കമ്പ്യൂട്ടർ എന്താണ്, ഒരു മെഷീൻ, ഒരു മനസ്സിലാക്കാനും മാസ്റ്റർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു മെഷീൻ ആയിട്ട് പഠിപ്പിക്കുക. സെക്കൻഡ് വൺ ഈസ് ഒരു ടീച്ചിങ്ങിന് ഒരു എയ്ഡ് ആയിട്ട് പഠിപ്പിക്കുക. ലൈക് ടീച്ചിങ് എയ്ഡ്സ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ഈ സ്മാർട്ട് ക്ലാസ് കാര്യങ്ങളൊക്കെ പോലെ പഠിപ്പിക്കും. പിന്നെ അല്ലാണ്ട് കുറച്ച് ഉബുണ്ടു പോലത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക. അപ്പം ഇതാണ് ടീച്ചിങ് എയ്ഡിലൊക്കെ വരുന്നത്. അപ്പം ഈ ഒരു കമ്പ്യൂട്ടർ സ്കില്ലിൽ തന്നെ ഈ ഫസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, ജസ്റ്റ് ആസ് എ മെഷീൻ ടു ബി അണ്ടർസ്റ്റുഡ് ആൻഡ് മാസ്റ്റർഡ്. അപ്പൊ ഇതിൽ പറയുന്നത് ഈ ഒരു 14 ഇയേഴ്സിന്റെ മുമ്പേ തന്നെ കമ്പ്യൂട്ടറിന് എന്തായാലും ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിപ്പിക്കരുത് കുട്ടികളെ. ഇതിന്റെ ആവശ്യമില്ല എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഇപ്പം എന്താ, ജസ്റ്റ് ഒരു എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീൻ മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, കമ്പ്യൂട്ടേഴ്സിനെ പഠിപ്പിക്കാൻ പാടുള്ളൂ. അതായത് ലൈക്ക് നമ്മൾ പറഞ്ഞില്ലേ, പ്രാക്ടിക്കൽ അല്ലാണ്ട് തിയറിറ്റിക്കൽ ആയിട്ട് ഈ ഒരു കമ്പ്യൂട്ടേഴ്സിന്റെ കുറിച്ച് ഇതാക്കുക. ലൈക്ക് പക്ഷെ കമ്പ്യൂട്ടർ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, ലൈക്ക് ഡെസ്ക്ടോപ്പ്, അത് ഇത്, അതിലെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പഠിപ്പിച്ച് കൊടുക്കുക. പക്ഷെ എന്തിനു വേണ്ടിയിട്ടല്ല, ഒരു എക്സാമിനേഷൻ എന്നുള്ള ലെവലല്ല, അവർക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു 14 വയസ്സ് ഏജിന് മുന്നേ വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് എന്ത് കൊടുക്കണം, നല്ലൊരു കെയറും അറ്റൻഷനും ഒക്കെ പാരന്റ്സ് ടീച്ചേഴ്സും ആയിട്ട് കൊടുക്കണം. അവർക്കൊരു ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ, എന്താണ് ആ മെഷീൻ, എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പം ഇപ്പത്തെ ഇതിൽ എന്ന് പറഞ്ഞാല് ഒരു 11 to 12 ഏജ് ആകുമ്പോഴത്തേക്ക് തന്നെ എന്താവും, ഈ ഒരു കുട്ടികൾ ഈ ഒരു കമ്പ്യൂട്ടർ, ഈ ഒരു മെഷീൻസ് ഒക്കെ ആയിട്ട് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും, നല്ലോണം അറിയാം. ഇപ്പം ഒരു 3 to 4 ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് തന്നെ ജസ്റ്റ് ഒരു യൂട്യൂബ് ഓപ്പൺ ചെയ്യാനും അവർക്ക് സംസാരിക്കാനൊക്കെ അറിയാം. അതില് വാട്സ്ആപ്പ് മെസ്സേജസ് അയക്കാൻ വരെ ചില മക്കൾക്ക് അറിയാം. അതൊക്കെ എന്താണ്, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്നത് തന്നെയാണ്. അപ്പം കമ്പ്യൂട്ടറിന്റെ ഓവർ യൂസേജ് എന്ത് ചെയ്യാ, കുട്ടികൾ തടയാ. ഈ ഒരു കമ്പ്യൂട്ടർ 2 വശം ഉണ്ടല്ലേ, പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. അപ്പൊ ഇതിന്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും അവരെ മനസ്സിലാക്കിയ, അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ഫിസിക്കൽ ഡെവലപ്മെന്റിനും സോഷ്യൽ ഡെവലപ്മെന്റിനും ഈ ഒരു ഓവർ യൂസേജ്, കമ്പ്യൂട്ടറിന്റെ ഓവർ യൂസേജ് വന്നാൽ എന്ത് ചെയ്യും, നല്ലോണം ബാധിക്കും. അപ്പൊ ഇത് എത്രയാണ്, ഇത് 4 ബേസിക് സ്കിൽസ് ഇൻ കമ്പ്യൂട്ടർ ആയിട്ട് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. നമുക്ക് നെക്സ്റ്റിൽ പോയാലോ? ഓക്കെ. നെക്സ്റ്റ് ആണ് ടീച്ചിങ് ഫോർ നോളജ്. എന്താണ്, അറിവിന് വേണ്ടി പഠിപ്പിക്കുക. അതായത് നമ്മൾ ഇത്ര നേരം നോക്കിയതാണ് ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട 4 കാര്യങ്ങളാണ് അല്ലെ. അതായത് എഴുതാനും വായിക്കാനും പഠിക്കണം, മാത്തമെറ്റിക്സും പഠിക്കണം, അതുപോലെ കമ്പ്യൂട്ടറും പഠിക്കണം. ഇനി അതല്ലാണ്ട് നമ്മുടെ നോളജിന് വേണ്ടിയിട്ട് എന്തൊക്കെ പഠിക്കണം എന്നാണ് നമ്മൾ നോക്കുന്നത്. Russell defines intelligence as including both actual knowledge and a receptivity to knowledge. അതായത് ഇന്റലിജൻസ് എന്ന് പറഞ്ഞത് ആക്ച്വൽ നോളജും പിന്നെ അതുപോലെ തന്നെ receptivity to knowledge ആണ്. He suggests that it is not possible to train intelligence without imparting information. അതായത് ഇൻഫോർമേഷൻസ് ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ്ട്, വെറുതെ എഴുതിയും പഠിച്ച ഒരു ബുക്കിലുള്ളത് പഠിക്കാണ്ട് അവർക്ക് കാണിച്ചു കൊടുത്തിട്ടും അല്ലാണ്ട് കാണിച്ചു കൊടുത്ത് അവരോട് പറഞ്ഞു കൊടുക്കാണ്ടും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പർ ആയിട്ട് പഠിക്കാൻ പറ്റില്ല. ഒരു റിട്ടേണോ റീഡിങ്ങും ഫോമില് അല്ലാണ്ട് എന്ത് ചെയ്യും, നമ്മളവരെ എക്സ്പ്ലോർ ചെയ്തിട്ട് പഠിപ്പിക്കണം എന്നാണ് ഈ ഒരു റൂസേൽ പറയുന്നത്. We have already discussed arithmetic, reading and writing. അപ്പൊ നമ്മള് അരിത്മെറ്റിക്കും റീഡിങ്ങും റൈറ്റിംഗും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് എന്ത്, ജോഗ്രഫി, ഹിസ്റ്ററി, സയൻസ്, പിന്നെ ലാംഗ്വേജസ്. അപ്പം
when they learn this subject only through books and question answers, the natural curiosity to a vast area of knowledge is lost. The knowledge is difficult to be imparted by instruction without curiosity. അപ്പൊ ഈ ബുക്സിലൊക്കെ കൂടെ മാത്രം നമ്മൾ ഈ കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു ക്യൂരിയോസിറ്റി ഇല്ലാണ്ടാവാണ്. ഇപ്പം ഓർമ്മ ഉണ്ടാവും, ഹിസ്റ്ററി ക്ലാസ്സസ് ഒക്കെ നമ്മൾ ഭയങ്കര ബോറിംഗ് ആയിട്ട് ഫൈൻഡ് ചെയ്യും. കാരണം എന്താ, എപ്പോഴും നമ്മൾ ബുക്സിലൂടെ മാത്രമാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കുക ഇതാക്കുക ചെയ്യാം. അത് പറഞ്ഞാൽ നമുക്ക് ഈജിപ്തിൽ പിരമിഡ് കാണാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. ബട്ട് അതിന് എന്ത് ചെയ്യേണ്ടി വരും? അതിന്റെ ഓരോരോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാകും, അത് കാണാം. അതുപോലെ തന്നെ ഇപ്പൊ റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസ് ഉണ്ടാവും, അതൊക്കെ കാണാൻ പറ്റും. അപ്പൊ നമ്മള് ടോപ്പിക്കിലേക്ക് കിടക്കുമ്പോൾ എന്താണ്, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവണം അല്ലെ? നമ്മൾ എന്തൊരു കാര്യം പഠിക്കുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് എന്താണ്, അത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. ആ ഒരു സബ്ജക്ട് ഭയങ്കര ബോറിംഗ്, നമുക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റേ ഉണ്ടാവില്ല. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ജോഗ്രഫി. അപ്പൊ ജോഗ്രഫി എന്താണ്? നമ്മുടെ ലാൻഡ്സ്, കൺട്രീസ്, കോണ്ടിനെന്റ്സ്, അതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ്. വിൻഡ് കാര്യങ്ങൾ, അതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് ജോഗ്രഫി. അപ്പൊ ജോഗ്രഫി ഷുഡ് ബി തോട്ട് പാർട്ട്ലി through the pictures and tales about travelers and partly by cinema showing what the travelers enjoy. നമ്മൾ പറഞ്ഞില്ലേ, ഈ ജോഗ്രഫി എന്ന് പറഞ്ഞാല് ഓരോരോ പ്ലേസസും കാര്യങ്ങളും, അവരുടെ ഏരിയാസ്, അവിടെ എങ്ങനെയാണ്, അവിടുത്തെ മൗണ്ടെയിൻസ്, അവിടുത്തെ ലാൻഡ്സ്കേപ്സ് കാര്യങ്ങളൊക്കെ കുറിച്ച് പഠിപ്പിക്കുന്നതാണ് ജോഗ്രഫി. അപ്പൊ ഈ ജോഗ്രഫിക്ക് നമ്മൾക്ക് എങ്ങനെ പഠിക്കാം? ഓരോരോ മൂവീസിലൂടെ പഠിപ്പിക്കാം. അതുപോലെ തന്നെ ഓരോരോ ട്രാവലേഴ്സിന്റെ ജേർണൽസ് ഒക്കെ ഉണ്ടാവും അല്ലെ, അതിലൂടെ പഠിപ്പിക്കാം. ഇപ്പോഴാണെങ്കിൽ സിമ്പിൾ ആണ്. എന്താണ്, കുറെ ട്രാവൽ ബ്ലോഗേഴ്സ് ഒക്കെ ഉണ്ടാവും, അവർക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും, ഇവിടെ എങ്ങനെ ഉണ്ട്, ഇവിടെ എങ്ങനെ ഉണ്ട്. പിന്നെ ഇപ്പൊ കുറച്ചും കൂടി ഈ ഒരു ജോഗ്രഫിക്കൽ ഏരിയനെ കുറിച്ച് പഠിക്കാൻ ഈ ഒരു ഇതിൽ ഭയങ്കര സിമ്പിൾ ആണല്ലേ. നമുക്ക് കയ്യിൽ ഒരു ഏരിയനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ മതി, ജസ്റ്റ് ഒരു വീഡിയോ സെർച്ച് ചെയ്ത് നമുക്ക് അത് കണ്ട് അങ്ങനെ പഠിക്കാൻ പറ്റും. ഇപ്പം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണ്, നമുക്ക് ട്രാവൽ ചെയ്ത് പോയി കണ്ടുപിടിക്കാം. അങ്ങനെയൊക്കെയുള്ള കുറെ ഇതുണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ ഇങ്ങനെ പഠിച്ച് പിന്നെ നമ്മൾ വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് പിക്ചേഴ്സിലൂടെ പഠിക്കാം. അതുപോലെ മാപ്പുകളിലൂടെ ഒക്കെ പഠിക്കാം. പിന്നെ ഗ്ലോബ് ഉണ്ടാവും, അതിലൂടെ പഠിക്കാം. അങ്ങനെ കുറെ വഴി എന്ത് ചെയ്യാം, ജോഗ്രഫി പഠിക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഹിസ്റ്ററി. നെക്സ്റ്റ് പറയുന്നതാണ് ഹിസ്റ്ററി. അപ്പം ഹിസ്റ്ററി എന്താണ്? ചരിത്രങ്ങളെ കുറിച്ച് പഠിക്കുക അല്ലെ മെയിൻ ആയിട്ട്. അതായത് ഓൾഡ് ഏജ്, സ്റ്റോൺ ഏജ്, എങ്ങനെയാണ് ഓരോ ഇപ്പത്തെ ഓരോരോ കാര്യങ്ങൾ വന്നത്, അത് ഇൻവെൻഷൻസ് കാര്യങ്ങള്. പിന്നെ ഒരു history tells about the journey of man from savage life to modern advances, the discovery of light, writing and paintings, printing, cities and architecture, agriculture and industry. അതാണ്. അപ്പൊ എങ്ങനെയാണ് അഗ്രികൾച്ചർ ഈ പണ്ടത്തെ ഇപ്പോഴത്തേക്ക് ഡെവലപ്പ് ആയത്, ഓൾഡ് ഏജ് ഈ ഒരു ഏജിലേക്ക് വന്നത്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എന്താണ് ഈ ഹിസ്റ്ററി വഴി നമുക്ക് പഠിക്കാൻ പറ്റും. അത് മാത്രല്ല ഒരു ഹ്യൂമൻ റേസിനെ പറ്റി, പിന്നെ എന്താ കുറെ ചാവോസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തത്, അതായത് വാർസിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. സിവിലൈസേഷൻസിനെ കുറിച്ച് പഠിക്കാം. പിന്നെ ഓരോ നേഷൻസ് തമ്മിലുണ്ടായിരുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, കുറെ ഫൈറ്റ്സ് ഉണ്ടാവും, കുറെ വാർസ് ഉണ്ടാവും, അവർ തമ്മിലുള്ള കുറെ എഗ്രിമെന്റ്സും കുറെ കോൺഗ്രസ് ഉണ്ടാവും. അതുപോലെ നമ്മുടെ ചുറ്റിലുള്ള ഒരു അന്ധകാരത്തെ, ഒരു ഡാർക്ക്നെസ്സിനെ മൂവ് ചെയ്ത കുറെ ആൾക്കാരുണ്ട്. ലൈക്ക് ബുദ്ധ, സോക്രട്ടീസ്, ആർക്കിമിഡിക്സ്, ഗലീലിയോ, ന്യൂട്ടൺ, ഇവരെ കുറിച്ചൊക്കെ പഠിക്കാം. അംബേദ്കർ, ഗാന്ധിജി, ഇവരൊക്കെ കുറിച്ച് പഠിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനാണ് നമ്മൾ എന്ത് നോക്കുന്നത്, ഹിസ്റ്ററി നോക്കുന്നത് അല്ലെ. അപ്പം ഹിസ്റ്ററി എന്താണ്, ഒരു ഹിസ്റ്ററി ക്രിയേറ്റ്സ് എ ലിങ്ക് ബിറ്റ്വീൻ an individual and the entire humanity. ഒരു ഹ്യൂമാനിറ്റിയും ഇൻഡിവിജ്വൽസും ഒക്കെ തമ്മിലുള്ള ഒരു ലിങ്കിലാണ് എന്ത്, ഹിസ്റ്ററി പഠിപ്പിക്കുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് സയൻസ് ടീച്ചിങ്. Next one is science teaching.
The teaching of science is very basic at this stage. Formal teaching of proper physics and chemistry begins at only after 14. അതായത് 14 വയസ്സ് കഴിഞ്ഞിട്ടാണ് പ്രോപ്പർ ആയിട്ടുള്ള ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നമ്മൾ പഠിക്കാൻ തുടങ്ങുക. അതിന് മുന്നേ എന്താ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ലൈക്ക് ഇപ്പൊ ബയോളജിയിലാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഹ്യൂമൻ ബോഡി പാർട്സും കാര്യങ്ങളും, പ്ലാന്റ്സിലാണെങ്കിൽ പ്ലാന്റ്സിന്റെ പാർട്സും കാര്യങ്ങളും അങ്ങനെ പഠിക്കും. ഇപ്പോൾ ഫിസിക്സിലാണെങ്കിൽ ബേസിക് ലൈറ്റ്, ലൈറ്റ്സിന്റെ വർക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ. കെമിസ്ട്രിയിലാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ആറ്റംസ്, മോളിക്യൂൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പഠിക്കുക ബേസിക് ആയിട്ട്. 14 വയസ്സ് കഴിഞ്ഞാലാണ് എന്ത് കുറച്ചും കൂടെ എക്സ്പാൻഡ് ആയിട്ട് കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ ബയോളജി ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുള്ളൂ. സെക്ഷൻ ഓഫ് ലേണിംഗ് ബൈ ഡൂയിങ് ഷുഡ് ബി പ്രാക്ടീസ് ബൈ എവരി ടീച്ചർ. അപ്പം സയൻസ് പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, പ്രാക്ടീസ് ചെയ്തിട്ടാണ് പഠിക്കേണ്ടത്. അപ്പോഴാണ് കുറച്ചും കൂടെ എന്താ സിംപിളർ ആവുക അല്ലെ സയൻസ്. അപ്പം എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തിട്ട് സയൻസ് പഠിക്കുമ്പോഴാണ് കുറച്ചും കൂടെ എന്താവുക സയൻസ് ഇംപ്രൂവ്മെന്റ് കിട്ടുക. Teaching of science contributes to the development of imagination as much as poetry and stories. If taught properly, it can contribute more to an imagination than poetry and stories. അതായത് ഇപ്പം നമ്മൾ ഈ സ്റ്റോറീസും പോയട്രീസും പഠിപ്പിക്കുന്നതിലും കൂടുതൽ നമ്മുടെ ഒരു ഇമാജിനേഷനും കാര്യങ്ങളൊക്കെ എന്തിന് വർക്ക്ഔട്ട് ആവുന്നായി പറയുന്നത്, ഈ ഒരു സയൻസിൽ വർക്ക്ഔട്ട് ആവും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണു. ആപ്പിൾ വീണപ്പം അവിടെ ഒരു ഇമാജിനേഷൻ വന്നല്ലേ. അപ്പം ന്യൂട്ടൻ അതിന് പകരം അവിടെ പോയട്രി എഴുതുകയാണെങ്കിൽ ഈ ഒരു ഇത്രയും ചേഞ്ചസ് നമ്മുടെ സയൻസിൽ വരില്ലായിരുന്നു. അപ്പം അതാണ് പറയുന്നത്, പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ പ്രോപ്പർ പോയട്രീനെയും ഇതിനേക്കാളും എന്ത് വരും ഈ ഒരു സയൻസിൽ ഇത് വരും, ഇമാജിനേഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പം നോയിങ് അബൌട്ട് ദ സൺ, പ്ലാനറ്റ്സ്, പിന്നെ സം റൂഡിമെന്ററി ഇൻട്രസ്റ്റ് ഇൻ ദ ഫങ്ഷൻ ഓഫ് മെഷീൻസ് അല്ലെ. സണ്ണിനെ കുറിച്ച് അറിയാം, പ്ലാനറ്റ്സിനെ കുറിച്ച് അറിയാം, മെഷീൻസിനെ കുറിച്ച് പഠിക്കുക, മാനും നേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ മാനും ബോഡി ഹെൽത്തിനെ കുറിച്ചുള്ള റിലേഷൻഷിപ്പ് പഠിക്കാം. ഇതൊക്കെയാണ് എന്ത് ഈ ഒരു സയൻസ് ടീച്ചിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ലാംഗ്വേജ് ടീച്ചിങ്. ഇപ്പൊ ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ എന്താ വരിക, ടീച്ചിങ് ഓഫ് ലാംഗ്വേജസ് ഷുഡ് ബി സ്റ്റാർട്ടഡ് അറ്റ് വെരി യങ് ഏജ്. അതായത് അല്ലെ ചെറിയ കുട്ടികൾക്കായിരിക്കും പെട്ടെന്ന് ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി കൂടുതൽ ഉണ്ടാവുക. ഇപ്പം മലയാളി തന്നെ ആണെങ്കിൽ ഇപ്പൊ വേറൊരു രാജ്യത്തൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തായിരിക്കും കുറച്ചും കൂടി പെട്ടെന്ന് അവിടുത്തെ ലാംഗ്വേജ് എന്ത് ചെയ്യാൻ പഠിച്ചെടുക്കാൻ പറ്റും. നേരെ മറിച്ച് ഇവിടെ ഒരു 15 to 20, 25 ഇയേഴ്സ് ഒക്കെ ആയാല് നമുക്ക് എന്താ ആ ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ ഭയങ്കര ഹാർഡർ ആയിരിക്കും അല്ലെ. ഏർലി സ്റ്റേജസിൽ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഇവിടെയാണ് നമ്മൾ എന്തൊക്കെ പഠിക്കും, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഓർ അറബിക് അങ്ങനെ നമുക്ക് നോക്കിയിട്ട് പഠിക്കും അല്ലെ. അപ്പം ഈ ഒരു ലാംഗ്വേജ് നമുക്ക് എന്താ ഏർലി ഏജിൽ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടും ലെസ് എഫേർട്ട് എടുത്തിട്ടും ലെസ് വേസ്റ്റേജ് ഓഫ് ടൈമിലും കൂടെ എന്ത് ചെയ്യാം നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ എഡ്യൂക്കേഷണൽ ടൈമിന്റെ വേസ്റ്റേജ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ നെക്സ്റ്റ് പറയുന്നതാണ് ലിറ്ററേച്ചർ. ടീച്ചിങ് ഓഫ് ലിറ്ററേച്ചർ എയിംസ് അറ്റ് ട്രെയിനിങ് ഫോർ മെമ്മറി when children learn poems and texts by heart and develop the development of sensitivity to the beauty of language, speech and writing. അപ്പൊ ലിറ്ററേച്ചറിന്റെ ട്രെയിനിങ് എന്തിനാണ്, നമ്മുടെ മെമ്മറി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിറ്ററേച്ചർ പഠിപ്പിക്കുന്നത്. മെമ്മറിന്റെ ഒരു പവർ കൂട്ടാൻ വേണ്ടിയിട്ട്. കാരണം എന്താ, ഈ ഒരു പോയിന്റ്സ് കാര്യങ്ങളൊക്കെ സ്വന്തം എഴുതാൻ പറ്റുമോ, ആരെങ്കിലും എഴുതി വെച്ചത് ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ബൈഹാർട്ട് പഠിക്കും. അപ്പൊ ഇങ്ങനെ ബൈഹാർട്ട് പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന മെമ്മറിക്ക് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് കാര്യങ്ങള്, പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തരുടെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വർക്ക്സും കാര്യങ്ങളൊക്കെ നോക്കുക. ഇതൊക്കെയാണ് ലിറ്ററേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ ഒരു ലിറ്ററേച്ചർ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ടുള്ള കണ്ടന്റ് ചൂസ് ചെയ്യണം. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് ചൂസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ഫുൾ ക്രൈം ത്രില്ലറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വായിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഈ റിസൾട്ട് ചിലപ്പോൾ എന്ത് ചെയ്യുന്നില്ല, കിട്ടണമെന്നില്ല. ഓക്കെ, രണ്ട് തരത്തിലും അത് പോകാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു 10-15 കൊല്ലമായിട്ട് പ്ലസ് വൺ കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും എന്താണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നിട്ട് ഒരു സീക്വലിന്റെ ഒരു ചാപ്റ്റർ വരുന്നുണ്ടാവും പ്ലസ് വണ്ണിൽ പഠിക്കുന്നത്. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അത് ഓർമ്മ ഉണ്ടാവും. അതിന്റെ ഒരു സ്റ്റോറി, അതിന്റെ ബേസ് ഒക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു നല്ല ഒരു എന്തൊരു മോട്ടിവേഷണൽ സ്റ്റോറി
എന്താ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു കണ്ടന്റ് കിട്ടുന്ന കാര്യങ്ങൾ എപ്പോഴും ലിറ്ററേച്ചറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അപ്പം ഇത് ഇത്രയാണ് അതിൽ വരുന്നത്, ടീച്ചിങ് ഫോർ നോളജിൽ വരുന്നത്. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് നമുക്ക് വാല്യൂ എഡ്യൂക്കേഷനിൽ നോക്കാം അല്ലെ. എന്താണ് വാല്യൂ എഡ്യൂക്കേഷനിൽ വരുന്നത്? വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് എയിം ഓഫ് എഡ്യൂക്കേഷന് എന്തായിരിക്കണം എന്ന് വെച്ചാൽ ഒരു ഐഡിയൽ ക്യാരക്ടർ ഫോം ചെയ്യുക എന്നായിരിക്കണം എന്തുണ്ടാവുക, ഒരു എഡ്യൂക്കേഷന്റെ വാല്യൂ ഉണ്ടാവുക. ഇപ്പൊ റൂസൽ ഫോർമുലേറ്റ് ചെയ്ത 4 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ഈ ഒരു എഡ്യൂക്കേഷൻ വാല്യൂ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പം 4 ക്വാളിറ്റീസ് ആണ് റുസേൽ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാല്യൂ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള. ഏതൊക്കെയാണ്? വിറ്റാലിറ്റി, കറേജ്, സെൻസിറ്റീവ്നെസ് ആൻഡ് ഇന്റലിജൻസ്. ഇത് 4ആണ് സജസ്റ്റ് ചെയ്ത 4 ക്വാളിറ്റീസ്. ഫസ്റ്റ് വൺ ഈസ് വിറ്റാലിറ്റി. വിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സ്ട്രോങ്, ആക്റ്റീവ്, എനർജറ്റിക്. ഇത് 3 ആയിരിക്കണം മെയിൻ. ഓക്കെ, അതായത് പെർഫെക്റ്റ് ഹെൽത്ത്, മെന്റൽ ക്യാരക്ടറിസ്റ്റിക്സിൽ എന്നതിലുപരി ഒരു ഫിസിയോളജിക്കൽ ക്യാരക്ടർ ഉണ്ടായ അവിടെ ഫോം ചെയ്യാം. മനസ്സിലായോ? ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ, ഒരു ഫിസിക്കലി മെന്റലിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടാക്കുക. ഓക്കെ, ഇപ്പൊ വിറ്റാലിറ്റി എന്നത് എൻവി എന്ന് പറഞ്ഞാൽ എന്താ? അസൂയന്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു സേഫ് ഗാർഡ് ആണ് എന്ത്? വിറ്റാലിറ്റി. അത് ഒരാളുടെ ഓൺ എക്സിസ്റ്റൻസിന്റെ പ്ലസന്റ് ആകും. ഇപ്പൊ നല്ലൊരു വിറ്റാലിറ്റി ഉള്ള ഒരാൾക്ക് എന്താണ് അവിടെ ഒരു ഈഗോന്റെ ഒരു എൻവിന്റെ ആവശ്യം ഉണ്ടാവില്ല, അവിടെ എൻവി ഉണ്ടാവില്ല. അപ്പം അയാളുടെ ഓൺ എക്സിസ്റ്റൻസ് ഉണ്ടാവും, പ്ലസന്റ് ഉണ്ടാവും. അപ്പം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ആളും ഉണ്ടാവും, പോസിറ്റീവ് ആയി നിൽക്കും. നെക്സ്റ്റ് വൺ ഈസ് കറേജ്. കറേജ് എന്ന് പറഞ്ഞാല് പെർഫെക്റ്റ് ക്യാരക്ടർ ആണ്. ഒരു പെർഫെക്റ്റ് ക്യാരക്ടർ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു മേജർ ഇൻഗ്രീഡിയന്റ് ആണ് എന്ത്? കറേജ്. ഒരാള് പെർഫെക്റ്റ് ആയിട്ട് വരിക എന്നുള്ളതിന്റെ ഒരു മേജർ ഇൻഗ്രീഡിയന്റ് ആയിട്ടാണ് എന്ത് ഒരു കറേജിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു കറേജിനെ നമുക്ക് 2 ഫോമിലാക്കി പറയാം. എന്താണ്? പവർ ഓഫ് കൺട്രോളിങ് ഫിയർ എന്ന് പറയാം, അതുപോലെ തന്നെ ആബ്സെൻസ് ഓഫ് ഫിയർ. ഒന്നെങ്കിൽ അവിടെ ഫിയർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്താ ഉള്ള ഫിയറിനെ കൺട്രോൾ ചെയ്യാം. അപ്പൊ ഒരു പാരന്റൽ ലവിലൂടെയും നോളജിലേക്ക് കൂടിയാണ് നമുക്ക് ഈ ഒരു എന്താണ് ഈ ഒരു ആർട്ട് ഓഫ് കറേജ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. അപ്പൊ പിന്നെ റുസേലിന്റെ ഒരു വേർഡ്സ് പറയുന്നത് എന്താണ്? The perfection of courage is found in the man of many interests who feels his ego to be but a small part of the world. അതായത് ഒരാൾ അയാളുടെ ഈഗോന്റെ വേൾഡിന്റെ ഒരു ചെറിയ പാർട്ടായിട്ട് കാണുന്നതാണ് മെയിൻ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളുടെ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റേജ് ഒരു ഇൻസ്റ്റിങ് അല്ലാത്ത, അപ്പൊ ഈ ഒരു സ്റ്റേജിൽ എന്താ ഒരു ഇൻസ്റ്റിങ് ഇല്ലാത്ത ഒരാൾക്കേ പറ്റുള്ളൂ. അതായത് ഒന്നിനെ കുറിച്ച് ഫിയർ ഇല്ലാത്ത ഒരാളെ കൊണ്ടേ പറ്റുള്ളൂ. മുന്നോട്ട് വരുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു കറേജ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് സെൻസിറ്റീവ്നെസ്. സെൻസിറ്റീവ്നെസ് എന്ന് പറയുമ്പോൾ എന്താണ്? കറേജിന്റെ ഒരു ഓപ്പോസിഷൻ പോലൊക്കെയാണ് ഈ ഒരു സെൻസിറ്റീവ്നെസ് പറയുന്നത്. ഓപ്പോസിഷൻ അല്ല, ഒരു എന്താ കറേജിന്റെ ഒരു കറക്റ്റീവ്നെസ് ആണ് എന്ത്? ഈ ഒരു സെൻസിറ്റീവ്നെസ് പറയുന്നത്. ഇഗ്നോറൻസ് ബേസ് ചെയ്തിട്ട് ഇഗ്നോറൻസ് ബേസ് ചെയ്തിട്ട് ആവരുത് എന്ത്? ഒരു കറേജ് ഉണ്ടാവരുത്. കറേജ് ഉണ്ടാവാം. അപ്പൊ സെൻസിറ്റീവ്നെസ് ബിലോങ്സ് ടു ഇമോഷൻസ്. ഇമോഷൻസിനാണ് എന്ത്? സെൻസിറ്റീവ്നെസ് ബിലോങ് ചെയ്യുന്നത്. ഈ സെൻസിറ്റീവ്നെസ് ഈസ് ടു ബി ഗുഡ്. ദ ഇമോഷണൽ റിയാക്ഷൻ മസ്റ്റ് ബി ഇൻ സം സെൻസ് അപ്രോപ്രിയേറ്റ്. അതായത് ഇപ്പൊ ഒരു നല്ലൊരു സെൻസിറ്റീവ്നെസ് ആണ് ഒരാൾക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ റിയാക്ഷൻ ഉണ്ടാവും. പ്ലസന്റ് ബിഹേവിയർ ആൻഡ് സിമ്പത്തി ആർ ഡിസൈറബിൾ ഫോംസ് ഓഫ് സെൻസിറ്റിവിറ്റി. ഒരു സെൻസിറ്റിവിറ്റിയുടെ ഗുഡ് ക്വാളിറ്റി ആണ് എന്ത്? ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു സിമ്പത്തി ഒക്കെ ഉള്ള ഒരു ബിഹേവിയർ. അതാണ് നല്ലൊരു സെൻസിറ്റീവ്നെസ് ഉള്ള ഒരു പേഴ്സന്റെ
ഒരു നല്ലൊരു ഗുഡ് ക്വാളിറ്റി പറയുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് ഇന്റലിജൻസ്. ഓക്കെ, അപ്പം ഇന്റലിജന്റ് നോളജ് അക്വയറിങ്ങിനുള്ള ഒരു നാച്ചുറൽ എബിലിറ്റി ആണ് എന്ത്? ഇന്റലിജൻസ് അല്ലെ. ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് എന്താ നമുക്ക് ഒരു എക്സസൈസ്, അതായത് ഒരു പ്രാക്ടീസിലൂടെയും അതുപോലെ തന്നെ നമുക്കൊരു ഇൻഫോർമേഷനിലും കൂടെയാണ് നമുക്ക് ഈ ഒരു ഇത് കിട്ടുക, ഈ ഒരു ഇന്റലിജൻസ് എന്നുള്ള ഒരു കപ്പാസിറ്റി കിട്ടുക. അപ്പൊ ഈ ഒരു ഇന്റലിജൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? ക്യൂരിയോസിറ്റി. അപ്പൊ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? ഒരു നല്ലൊരു ഇന്റലിജൻസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള കാര്യം. അപ്പൊ ക്യൂരിയോസിറ്റി about general propositions shows a higher level of intelligence than curiosity about particular facts. അതായത് ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഫാക്ട്സിനെ കാട്ടിയും ഒരു ക്യൂരിയോസിറ്റി നമുക്ക് എന്ത് ചെയ്യാം? ഹയർ ലെവലായിട്ട് എന്തിന്? ജനറൽ പ്രൊപ്പോസിഷൻ, അതായത് ജനറൽ ആയിട്ട് കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഫാക്ട്സിനെ വെച്ച് നോക്കുമ്പോൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇതാക്കുന്ന ഒരാൾക്കായിരിക്കും എന്താ? ക്യൂരിയോസിറ്റി കൂടുതൽ ഉണ്ടാവാം. എന്ത് കണ്ടാലും അതിനെ കുറിച്ച് അറിയണം എന്നുള്ളൊരു ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക് എന്തായിരിക്കാം? ഇത് കൂടുതൽ ഉണ്ടാവാം. സോ അപ്പൊ നമുക്ക് ഈ ഒരു ക്യൂരിയോസിറ്റി എങ്ങനെയാ ഒരാൾക്ക് ഉണ്ടാവുക? ഒരു ഒബ്സർവേഷൻ ഹാബിറ്റ് ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരു നോളജിന്റെ ഒരു പോസിബിലിറ്റി ഓഫ് നോളജിനെ കുറിച്ച് ഒരു ബിലീഫ് ഉണ്ടാവും. പിന്നെ നല്ലൊരു പേഷ്യൻസ് ഒക്കെ ഈ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ആണ്. പിന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ എഡ്യൂക്കേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവേണ്ട ഫാക്ടേഴ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഈ ഒബ്സർവേഷനുള്ള ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓപ്പൺ മൈൻഡ്നെസ്സും കോപ്പറേഷനും എന്താണ്? ഈ ഒരു ഇന്റലിജൻസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ഡൂയിന്റെ ഒരു വ്യൂവിൽ പറഞ്ഞാല് സ്കൂൾ classroom is just like a busy workshop where there is no silence, there is a certain disorder, confusion, but that results from activity. അതായത് ഒരു ക്ലാസ് റൂം എന്ന് പറഞ്ഞാല് ഒരു വർക്ക്ഷോപ്പ് പോലെ ആയിരിക്കണം. അവിടെ സൈലൻസ് ഉണ്ടാവാൻ പാടില്ല. സൈലൻസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ചിറ്റാറ്റ് ചെയ്യണം എന്നല്ല. എന്താണ് ലൈക്ക് അവിടെ കുറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരണം. കുറെ ഡൗട്ട്സും കുറെ കൺഫ്യൂഷൻസും ഒക്കെ വരണം. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഇന്റലിജൻസ് വെച്ചൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരാള് ഉണ്ടാവുള്ളൂ എന്നാണ് ഇവര് പറയുന്നത്. സോ നെക്സ്റ്റ് ലാസ്റ്റ് പോർഷനിൽ വരുന്നതാണ് അതർ സബ്ജക്ട് ടീച്ചിങ്. അപ്പം ഈ ഒരു അതർ സബ്ജക്ട് ടീച്ചിങ്ങിൽ വരുന്നതാണ് എന്ത്? 4 കാര്യങ്ങളാണ് വരുന്നത്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ, 3 കാര്യങ്ങൾ: ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ടീച്ചിങ് ഫോർ പ്ലഷർ ആൻഡ് എഡ്യൂക്കേഷണൽ എക്സേർഷൻ. അതിൽ ഫസ്റ്റ് വൺ ഈസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ PT, അതെന്നാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അപ്പം എഡ്യൂക്കേഷൻ ഫോർ നോളജ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ വാല്യൂസ്. ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വെറുതെ ശരീരത്തെ ഇളക്കാൻ മാത്രമല്ല, ഒരു നോളജും അതുപോലെ തന്നെ ഒരു വാല്യൂസ് ഒക്കെയാണ് ഈ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ഓൺലി അബൌട്ട് സ്പോർട്സ്, ഇറ്റ്സ് അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഓൾസോ. അപ്പം വെറുതെ സ്പോർട്സും കുറെ ആക്ടിവിറ്റീസും മാത്രമല്ല, ഇതെന്താണ്? ഒരു ഗുഡ് ഹാബിറ്റ്സിനൊക്കെ ഉള്ള ഒരു ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ഒരു ഹൈജീൻ, ഒരു ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം നൽകുക എന്നൊക്കെ പറയില്ലേ, അതിനും കൂടിയാണ് ഇത് ഉണ്ടാക്കുക. ഒരു ഗുഡ് ഹാബിറ്റ്സ് ഉണ്ടാക്കുക, പേഴ്സണൽ ക്ലീൻലിനെസ്സും അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഡിസീസിനൊക്കെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷനിലൂടെ എയിം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പ്രീവിയസ് യൂണിറ്റ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് എത്രത്തോളം ഒരാൾ ഫിസിക്കലി ആക്റ്റീവ് ആണ് അത്ര തന്നെ എന്തായിരിക്കും അയാളുടെ ബോൺസും ബോഡിയും മെന്റലി ഒക്കെ അയാൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. സോ നെക്സ്റ്റ് വൺ ഈസ് ടീച്ചിങ് ഫോർ പ്ലഷർ. അപ്പൊ ടീച്ചിങ് ഫോർ പ്ലഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് പഠിക്കുക, അത് പഠിപ്പിക്കുക. അതിനാണ് ടീച്ചിങ് ഫോർ പ്ലഷർ എന്ന് പറയാം. അപ്പം ടീച്ചിങ് ഫോർ പ്ലഷറിൽ ഡാൻസും മ്യൂസിക് ആണ് എല്ലാവരും കോമൺ ആയിട്ട് റെക്കമെൻഡ് ചെയ്തതാണ്. ഗുഡ് ഫോർ ബോഡി ആൻഡ് ട്രെയിനിങ് ഫോർ എസ്തെറ്റിക് സെൻസ്. അതായത് നമ്മുടെ
എസ്തെറ്റിക് സെൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയുടെ നല്ലതിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്? ഡാൻസും മ്യൂസിക്കും. ഓക്കെ, അങ്ങനെയാണ് അവര് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പം ഓൾമോസ്റ്റ് എന്താ ഈ ഡാൻസിങ്ങിനെക്കാട്ടും ലേറ്റ് ആയിട്ടാണ് എന്ത് സിംഗിങ് പഠിക്കാൻ തുടങ്ങുക. അപ്പൊ നമ്മള് ബേസിക് ആയിട്ട് നമ്മള് KG നമ്മള് റൈംസ് ഒക്കെ പഠിക്കൂലേ? റൈംസ് ആണ് നമ്മൾ ഈ സിംഗിങ്ങിന്റെ ഒരു സ്റ്റാർട്ടിങ് എന്നൊക്കെ പറയുന്നത്. അപ്പം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഡാൻസിങ് ആണെങ്കിൽ നമുക്ക് സിംഗിങ്ങിനെക്കാട്ടും കുറച്ചും കൂടെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുക. അപ്പം ഈ ഒരു നഴ്സറിയിലെ റൈംസ് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ പഠിക്കുക? ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സും കാര്യങ്ങളൊക്കെ പഠിക്കും അല്ലെ? അപ്പം ഈ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സോങ്സ് എന്ത് ചെയ്യുക? ചെറിയ മക്കളെ കൊണ്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സോങ്സോ കാര്യങ്ങളൊന്നും പഠിപ്പിക്കാൻ നിൽക്കുന്നത്. അവരെ കൊണ്ട് എന്ത് ചെയ്യുക? അവർക്ക് പറ്റുന്നത് മാത്രം അതുകൊണ്ട് ചെയ്യിക്കുക. പിന്നെ അത് ഓൾഡർ ആയിട്ടുള്ള ചിൽഡ്രൻസ് എന്ത് ചെയ്തോട്ടെ? നല്ല നല്ല ഓൾഡർ ആയിട്ടുള്ള പാട്ടുകളൊക്കെ പഠിക്കോട്ടെ. ഇതാണ് ഇത് പറയാം. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിൽ പണ്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെ കോമൺ ആയിട്ട് കാണുന്നത് എന്താന്ന് വെച്ചാല് ചെറിയ ചെറിയ 3-4-5 വയസ്സുള്ള മക്കളൊക്കെ വലിയ വലിയ കുറെ ടഫർ ആയിട്ടുള്ള സോങ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്ന കുറെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണൂലേ? സോ അപ്പം ഇതാണ് ടീച്ചിങ് ഫോർ പ്ലഷറിൽ പറയുന്നത്. ഡാൻസും സിംഗിങ്ങും ആണ് കോമൺ ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മുടെ ഒരു എസ്തെറ്റിക് വൈബിനെ അനുസരിച്ചിട്ട് എസ്തെറ്റിക് സെൻസ് അനുസരിച്ചിട്ട് ടീച്ചിങ്ങും ഡാൻസിങ്ങും ആണ് കോമൺ ആയിട്ട് പഠിപ്പിക്കുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് പറയുന്നതാണ് എഡ്യൂക്കേഷണൽ എക്സേർഷൻ. എഡ്യൂക്കേഷണൽ എക്സേർഷൻ എന്ന് പറയുമ്പോൾ ട്രിപ്സ്, പിക്നിക്സ്, അതന്നെ എഡ്യൂക്കേഷണൽ എക്സേർഷൻ. അതായത് കണ്ടുകൊണ്ട് പഠിക്കുക. ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് നമുക്ക് കൂടെ ഇപ്പം നമ്മുടെ അടുത്തുള്ള ഒരു മോണ്യുമെന്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ മോണ്യുമെന്റിന്, ആ മ്യൂസിയത്തിന് പോയി വിസിറ്റ് ചെയ്യുക. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഇപ്പൊ നമ്മളിപ്പോ ഒരു അഗ്രികൾച്ചറിലൊക്കെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഫീൽഡ് പോയി പഠിക്കുക. ഒരു പാടത്തിലോ ഒരു ഫീൽഡിലോ പോയിട്ട് പഠിക്കുക. ഇതാണ് എഡ്യൂക്കേഷണൽ എക്സേർഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിലിപ്പോ പറയുന്നത് ഒരു ഇതിന്റെ ഡൂയി ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് മിസിസിപ്പിനെ കുറിച്ച് ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചു. ആ ചെക്കന് മനസ്സിലായില്ല. പക്ഷെ എന്താണ്, എന്നും അതുവഴിയാണ് ഈ കുട്ടി നടന്നു വരുന്നത്. അപ്പൊ ഒരു തവണ ആ റിവറിന് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. ആ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ എഡ്യൂക്കേഷണൽ എക്സേർഷൻ. അപ്പൊ ടോപ്പിക്കും ഇത്രയേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞു. സിമ്പിൾ ടോപ്പിക് ആണ്, വായിച്ചാൽ തന്നെ മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട്സ് ഓർ എന്തെങ്കിലും സംതിങ്? കഴിഞ്ഞോ? എന്നാ കൺക്ലൂഡ് ചെയ്തോട്ടെ. ഓക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ. ലൈക്ക് കഴിഞ്ഞു. എന്താ സ്കൂളിംഗ് ആൻഡ് ഡെവലപ്മെന്റിൽ പഠിക്കുന്ന നമ്മൾ ബേസിക് ആയിട്ട് ജസ്റ്റ് നമ്മൾ സ്കൂളിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചത് എന്ന് മാത്രം നോക്കിയാൽ മതി. സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ കോപ്പറേറ്റിംഗ്. Okay, thank you. Thank you so much.